ഇന്ന് മത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ വീടെത്തി പാലക്കാട്. മത്തിക്കറി കാലത്തണിച്ചിട്ട് മത്തി വാങ്ങിട്ട് വന്നപ്പോൾ മത്തി നേരാക്കാണ്. എന്താ പറയുക, അപ്പം നമ്മുടെ മത്തിക്കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. വളരെ ടേസ്റ്റി ആയത്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം വരെയാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടാ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത് എൻ്റെ വീടിൻ്റെ ബാക്കാണ്. ഒരു വടികാണ്ട് അത് മറ്റേതാണ് വൈക്കോലൊക്കെ അടുക്കി വെച്ചിരിക്കുക. ഇത് ബാക്കാണ് കേട്ടോ. വൈക്കോലുണ്ട്. ഇരുന്ന് നേരൊക്കെ നല്ല രസമാണ്. ഇവിടെ ഒരു മൂരിയുണ്ട്, മൂരിക്കുട്ടിയുണ്ട്. അപ്പം അതിന് വൈക്കോലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതെ, ഞങ്ങൾ 7:30 എത്തിപ്പോ. 7 ഇല്ലേട്ടാ, 7 മണി 6:45. എന്നാൽ നേരത്തെ പണി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. 3 കഴിഞ്ഞിട്ട് വേണം പോകണമെങ്കിൽ. കുറേ ഓണത്തിന് വന്നിട്ട് പോയതാണ്. പിന്നെ അതെ, നല്ല ഫ്രഷ് മത്തിട്ടോ. ഫോട്ടോ എടുക്കലും അപ്പം എൻ്റെ കൈ കൊണ്ട് മത്തിക്കറി വെച്ചിട്ട് കുറേ ആയി കഴിച്ചിട്ട്. അപ്പം ഞാൻ വെച്ച് കൊടുക്കട്ടെ. അതെ, വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും അപ്പനും. ബാക്കിയുള്ളവർക്ക് പോകണ്ടേ? അത് വേണം. അല്ല, കുറേ ആയില്ല ഞാൻ വെച്ചത് കഴിച്ചിട്ട്. പോയി നന്നാക്കി എടുക്കട്ടെ. അത് നേരാക്കി എടുക്കട്ടെ. നിന്റെ കൈ വരച്ചിട്ടാണ് സ്പെഷ്യൽ മീൻ. ഇതാ കടിക്കത്. ഇത് അത് കൊഞ്ചും ഇതൊന്നുമല്ല, ഇത് വേറെന്താണ്, നീരാളി അല്ല. ഇതെന്ത് മീനാണ്? ഇതൊന്ന് കാണുന്നുണ്ടോ ആൾക്കാരെ? ഇത് സ്പെഷ്യൽ മീനാണ്. ഉണ്ണി ആണേ കണ്ടോ? അമ്മോ ഇതാ ഒരു ബലം. ശരി, വെള്ളമില്ലേ? വെള്ളം ശരി. ഇവിടെ വന്നപ്പോൾ ഞാനാ തേങ്ങ കെട്ടാണ്ട് വേട്ടാടിക്ക്. രണ്ട് കൈ കൊണ്ട് പിടിക്കട്ടെ. അമ്മയ്ക്ക് എത്രയും കാനം ഉണ്ടോ? അമ്മയ്ക്ക് കാനമുണ്ട്. വെളുത്തുള്ളി, ഇത് വെളുത്തുള്ളി, ചെറുള്ളി, എല്ലാം വേണം. എല്ലാം വേണം. മത്തിക്കൂട്ടാൻ വെക്കട്ടെ. ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് എണ്ണ ചൂടായി. ഒരു 1/2 ടീസ്പൂൺ ഉലുവ കേട്ടോ. രണ്ടല്ലി വെളുത്തുള്ളി, ഒരു 6-7 ചെറിയ ഉള്ളി, ഒരു പിടി തേങ്ങ കേട്ടോ. ഒന്ന് ചൂടായാൽ മതി, വറുക്കൊന്നും വേണ്ട. ഇത്രയും മതി. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒന്ന് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം ഇവിടെ പൊടിച്ചതാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും. ഏറ്റവും ചൂടാവട്ടെ. പാലക്കാട് മത്തിപ്പുളിയാണ്. ഇത് ആറിയിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. അത്രയും മതി. നമുക്ക് മീൻ കറി വെക്കാം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കണം.
എണ്ണ ചൂടായി 5-6 ചെറിയ ഉള്ളി ചതച്ചത്, ചെറിയൊരു തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നന്നായി വഴണ്ട് വരട്ടെ. നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയും തക്കാളി നന്നായി മൂത്ത് വന്നു. ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളിൻ്റെ ഉണ്ട്, വാളംപുളിയാണ്. ഉപ്പിട്ട് കൊടുക്കട്ടെ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ. തിളക്കട്ടെ. പുളിവെള്ളം തിളച്ചു. ഞങ്ങൾ അരപ്പിട്ട് കൊടുക്കട്ടെ. ഇതൊരു സ്പെഷ്യൽ മത്തിക്കറി. തിളക്കട്ടെ അരപ്പൊഴിച്ചിട്ട്. എൻ്റെ ചാറൊക്കെ തിളച്ചു. ഇനി മീനിട്ട് കൊടുക്കട്ടെ. അതൊരു 3/4 കിലോ മീനുണ്ട്. ഇവിടെ നിറയെ ആളില്ലേ, അതുകൊണ്ടാണ്. നല്ല ഫ്രഷ് മത്തി ഇട്ടാ. ഇതൊന്ന് വേഗട്ടെട്ടാ. അടുത്ത് വെച്ച് കഴിക്കാം അല്ലേ? ഒന്ന് മീൻകറി ഒന്ന് ചുറ്റിച്ച് കൊടുക്കട്ടാ. തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടോ എൻ്റെ മീൻകറി തിളക്കണേ? ചട്ടി കളഞ്ഞിട്ട് പറ്റിയിട്ടാ. നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓഫാക്കുക. സൂപ്പറാണ്. ഇതാണ് ഞങ്ങൾ മത്തിപ്പുളി, പാലക്കാട് മത്തിപ്പുളി. മത്തി വറക്കട്ടെ കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കണം. വലിയ തീൻ ചട്ടിയാണ്. വേഗട്ടെ വേഗട്ടെ. ആ മതി 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 മതി. ചേമ്പൻ തണ്ടാണ്, വലിയ തണ്ടാണ്. കണ്ടാ? ശരി. ഇതെന്താണ്? പാൽച്ചെമ്പാ? ഇതാണ് പാൽച്ചെമ്പ് പറയുന്നത്. ആ തോട്ടിയും കൊണ്ടാ വലിക്കുന്നത്. തോട്ടി ഇങ്ങോട്ട് വലിച്ചാട്ടോ. കേട്ടോ നമ്മുടെ പാലക്കാട് മത്തിപ്പുളി ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. വായിൽ വെള്ളം വരുന്നു. സ്പെഷ്യലൊന്നുമില്ല. ഇതാ മീൻ വറുത്തത്. പിന്നെ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ഇതാ അരിമുളകും പുളി ഉള്ളിയും ചമ്മന്തി. നല്ല ഞാൻ ഊണ് കഴിക്കട്ടെ, ഉണ്ടിട്ട് പോകണം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ടേസ്റ്റ് ചെയ്യും.